ഇത് നമ്മുടെ ഫുള്ളി അപ്പോൾസ്ട്രി കവേർഡ് ആയിട്ട് വരുന്ന ബെഡ് കോട്ടാണ്. ഇത് കാണുന്നത് ക്യൂൺ സൈസ് കോട്ടാണ്. നമുക്ക് കിങ് സൈസോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് വേണമെങ്കിൽ 7 ഫീറ്റോ 8 ഫീറ്റോ വിഡ്ത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ലെങ്ത്ത് കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ ഒരു ഫുൾ അപ്പോൾസ്ട്രി കോട്ട് വിത്ത് സ്റ്റോറേജ് ഡ്രോയർ വരെയാണ്. അതായത് നമ്മുടെ ഹൈഡ്രോളിക് കോട്ട് തന്നെ ഹൈഡ്രോളിക് മെക്കാനിക്സ് ഇല്ലാതെ ഡ്രോയർ മെക്കാനിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കോട്ടാണ്. കുറച്ചും കൂടി കോസ്റ്റ് കുറവായിരിക്കും അതിനേക്കാളും. അപ്പോൾ ഇതിൽ വരുന്ന ഡ്രോയർ ഇതാണ് 6 ഫീറ്റ് ലെങ്ത്തും 3 ഫീറ്റ് വിടുത്ത് വരുന്ന വലിയ ഡ്രോയറാണ്. ഇത്രയും വലിയ ഡ്രോയർ വരുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ഇതിൽ ഫുൾ ഐറ്റംസുകൾ വെച്ച് കഴിഞ്ഞാൽ ലോഡ് എടുക്കുമോ, ബെൻഡായി പോവോ, ഫ്ലോറിൽ ടച്ച് ആവുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഇത് നമുക്കൊരു 200 കിലോ വരെ വെയിറ്റ് നമ്മളിതിൽ കയറ്റി നോക്കിയിട്ടുണ്ട്. വർക്കിംഗ് ഒക്കെ വളരെ സ്മൂത്തായിരിക്കും. ഇത്ര സ്മൂത്താണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് നമുക്ക് ഒരു സൈഡോ 2 സൈഡോ ഡ്രോയർ കൊടുത്ത് ചെയ്യാം. ഈ ഡ്രോയർ ഇല്ലാതെ ഫുള്ള് ബോക്സ് ടൈപ്പായിട്ട് കോട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വിങ്സുള്ള ഹെഡ് ബോർഡോ ഹൈറ്റ് കൂട്ടി കുറച്ച് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് അതുപോലെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് വരുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് മോഡൽ. ഇതിൽ ഡയമണ്ട് ടൈപ്പ് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ വിങ്സുള്ള ഹെഡ് ബോർഡൊക്കെ ആകുമ്പോൾ റേറ്റ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും.